Hello everyone, welcome back to Premos Cookhouse. Premos Cookhouse-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പനീർ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള പനീറാണ്. അതുപോലെ ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ കോട്ടേജ് ചീസ് എന്നും പറയും. അപ്പോൾ ഇത് എളുപ്പത്തിൽ തന്നെ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ഐക്കനൂടെ പ്രസ് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പനീർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. 2 ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഫുൾ ക്രീം മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനീർ ഒന്ന് ടേസ്റ്റും കിട്ടും, അതുപോലെ തന്നെ ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ ഏറെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഫുൾ ക്രീം മിൽക്ക് കിട്ടുവാണെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. അതല്ല ഫുൾ ക്രീം മിൽക്ക് കിട്ടിയില്ലെങ്കിൽ പാലിനകത്ത് ഒത്തിരി വെള്ളം ഇല്ലാത്ത പാലെടുക്കുക. കാരണം ഒത്തിരി വെള്ളം ചേർത്ത പാലാണെങ്കിൽ നമുക്ക് പനീർ കുറച്ചേ കിട്ടത്തുള്ളൂ, അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫുൾ ക്രീം മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തന്നെ നിന്ന് അതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല പോണക്ക് തിളച്ച് കഴിയുമ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് നാരങ്ങ നീരൊഴിച്ച് കൊടുക്കണം. അപ്പോൾ പാല് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പനീറിന് വേണ്ടിയുള്ള നാരങ്ങ നീര് എടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 3 നാരങ്ങ എടുത്തിട്ടുണ്ട്. 3 നാരങ്ങയിൽ നിന്ന് എനിക്ക് 6 ഈ ടേബിൾ സ്പൂൺ നിറച്ച് എനിക്ക് നാരങ്ങ നീര് കിട്ടിയത്. അതല്ല നിങ്ങൾക്ക് നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ 2 ആയാലും മതി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ ഒഴിക്കുമ്പം നമ്മുടെ പാല് പിരിഞ്ഞ് വരുന്നില്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ 3 നാരങ്ങ പിഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതുപോലത്തെ സ്പൂണിൽ ഈ ടേബിൾ സ്പൂണിൽ 6 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കിട്ടിയത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. 1 2 3. അപ്പോൾ 6 ടേബിൾ സ്പൂണിന് ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കാം. ഇനി നമുക്ക് പാല് തിളച്ച് വരുമ്പം അതിനകത്തേക്ക് ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പാല് തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പാല് അടിക്ക് പിടിക്കും. കാരണം ഫുൾ ക്രീം മിൽക്ക് ആകുമ്പോൾ എളുപ്പം അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ പാൽ ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ലോ ആക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് പാലൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. നല്ലവണ്ണം ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ്സ് കൂടെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് അതിനകത്തേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ 6 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും അതിനകത്തേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത അതാണ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള അളവൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ പാല് പിരിയുന്നിടം വരെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ഒത്തിരി അങ്ങ് ഇതായിട്ട് ഇളക്കരുത്. അപ്പോൾ നമ്മുടെ പനീർ ഹാർഡായിപ്പോവും. ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം പാൽ ഇതുവരെ പിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി 2 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുക. ടോട്ടൽ അപ്പോൾ ഇപ്പം ഞാൻ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ ഈ എടുത്തതിനെക്കാട്ടിലും ചിലപ്പോൾ കൂടുതൽ വേണ്ടിയൊന്നും വരും. അപ്പോൾ അതൊക്കെ നമ്മുടെ പാലിൻ്റെ മുകളിൽ നമുക്ക് പിരിയാൻ എത്ര നാരങ്ങ നീര് വേണം അതനുസരിച്ച് നിങ്ങൾ ചേർക്കുക. അതുപോലെ നാരങ്ങ നീരിനകത്ത് ഒത്തിരി വെള്ളമൊന്നും കോരി ഒഴിക്കരുത്. പിന്നെ നമ്മൾ നാരങ്ങ നീരിനകത്ത് വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പനീറിനൊരു ചെറിയ പുളിപ്പും വരും. അതുപോലെ തന്നെ പനീറിൻ്റെ കളർ അങ്ങ് മാറും വെറും നാരങ്ങ നീര് മാത്രം ഒഴിക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എന്നിട്ട് നമ്മുടെ പിരിഞ്ഞില്ല. അപ്പോൾ ബാക്കിയുള്ളതുകൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാം. അങ്ങനെ മൊത്തം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് വീണ്ടും നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ പാലിവിടെ ചെറുതായിട്ട് പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും കാണാമോന്ന് അറിയത്തില്ല, എന്നാലും പിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ആ പാലിൻ്റെ കളറ് മാറും, അതുവരെ നമുക്ക് ഇളക്കണം. അങ്ങനെ നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പനീർ എന്ന് വെച്ചാൽ നമ്മുടെ പാല് മൊത്തത്തിൽ പിരിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ വെള്ളം വേറെയായി, അതുപോലെ തന്നെ
നമ്മുടെ പനീർ വേറെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നാരങ്ങ നീര് ഒഴിക്കുന്നത് നിർത്തണം. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ച പോലെ തന്നെ 6 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 3 ടേബിൾ സ്പൂൺ വെള്ളം, അത്രേ എനിക്ക് 2 ലിറ്റർ പാലിന് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഒഴിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചൊഴിക്കുക. സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രെയിനർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ട്രെയിനർ ഇല്ലെങ്കിൽ വേറെ വലിയ കുഴിയുള്ള അരിപ്പ ഉണ്ടെങ്കിൽ അതായാലും മതി. അതുപോലെ തന്നെ നമുക്ക് തുണി വേണം. ഞാനിവിടെ നമ്മുടെ സാധാ ഒരു തുണിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് തോർത്തായാലും തുണി ഉണ്ടെങ്കിൽ കട്ടിയില്ലാത്ത തുണിയായാലും എടുക്കാം. അതല്ല നിങ്ങളുടെ ഈ ചീസ് ക്ലോത്ത് ഉണ്ടെങ്കിൽ അതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് നനച്ചെടുത്തേക്കുന്ന നല്ലവണ്ണം വെള്ളത്തിലൊന്ന് മുക്കി അത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. നല്ലവണ്ണം മുകളിലോട്ട് ഇങ്ങനെ വിരിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ തുണി നനയ്ക്കാൻ ശ്രദ്ധിക്കാം. നനച്ച് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ മുകളിലിട്ട ശേഷം ഞാൻ അടിയിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം വെള്ളം ഊറി അതിനകത്തേക്ക് വീണോളും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാത്രം വെച്ചേക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ പനീർ ഒഴിച്ചു കൊടുക്കാം. സ്ട്രെയിനറിനകത്തേക്ക് നമ്മുടെ ആദ്യം പാല് പിരിച്ചത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സാധാ നമ്മുടെ ചൂടുവെള്ളമൊന്നുമല്ല, സാധാ നമ്മൾ നോർമൽ പൈപ്പിലെ വെള്ളം എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഇതൊന്ന് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചതിൻ്റെ പുളിയല്ല ഇതിനകത്ത് കാണും. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചെറിയ പുളിയൊക്കെ കാണും. അത് കാരണം അത് ഫ്രഷ് അല്ലാത്തതുകൊണ്ട് ആ പുളി വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പനീറിന് പുളി പാടില്ല, എന്നാൽ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നല്ലവണ്ണം ആ വെള്ളം വെച്ച് ഒന്ന് കഴുകിയെടുക്കുക. നിങ്ങൾക്ക് പൈപ്പിൻ്റെ കീഴിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പൈപ്പിൻ്റെ കീഴിൽ പിടിച്ച് ഒന്ന് ഇങ്ങനെ തന്നെ പിടിച്ചൊന്ന് കഴുകുക. വെള്ളം ഒഴിച്ച് ഞാൻ നല്ലവണ്ണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പിഴിയാം. ഒത്തിരി അങ്ങ് ഇതാക്കണ്ട, ചെറുതായിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് കളയാം. നമുക്കിതൊരു 1.5 തൊട്ട് 2 മണിക്കൂർ വരെ ഇതിന് മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് ഇത് വെക്കണം. ഒത്തിരി ഓവർ വെയിറ്റ് വെക്കാൻ പാടില്ല. ഇതിപ്പോൾ 2 ലിറ്ററിൻ്റെയാണ് ഞാൻ പാലുകൊണ്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 ലിറ്ററിൻ്റെ തന്നെ ഒരു വെയിറ്റാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്നത്. എന്നിട്ട് 2 മണിക്കൂർ നമുക്ക് ഇത് വെക്കും. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പനീർ റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്ക് വെയിറ്റ് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ പോണക്ക് ഞാൻ 2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. അപ്പം ഈ പാത്രത്തിനകത്ത് 2 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഇതിവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഇത് മാറ്റിയിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവർ വെയിറ്റ് വെക്കരുത്. ഓവർ വെയിറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പനീർ സോഫ്റ്റ് ആയിട്ടിരിക്കത്തില്ല, ഹാർഡായിരിക്കും. അപ്പോൾ ആ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ മൊത്തമുള്ള വെള്ളം എല്ലാം പോയിട്ട് നമുക്ക് നല്ല പനീറായിട്ട് കിട്ടും. ഇങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാൻ നമ്മുടെ പനീർ റെഡി ആയോന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെള്ളം എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. പതുക്കെ തുറക്കണം. ഒത്തിരി എളുപ്പം സ്പീഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പനീർ പൊടിഞ്ഞു പോവും. നിങ്ങൾക്ക് കാണാമോ നമ്മുടെ പനീർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മുടെ പനീർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്, അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പനീർ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒരിക്കലും വെളിയിൽ നിന്ന് പനീർ മേടിക്കത്തില്ല. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണും. എന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ നിങ്ങളിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അത് കഴിഞ്ഞ് യൂസ് ചെയ്യാം. അതുപോലെ ഇത് നിങ്ങൾക്ക് ഫ്രീസറിനകത്ത് 1 മാസം വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് കുറച്ച് തണുക്കാൻ വേണ്ടി വെച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോ, നല്ല സോഫ്റ്റ്, അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ. ആരെങ്കിലും പറയും ഇത് കണ്ടാൽ നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചല്ലെന്ന്. അപ്പം ബാക്കിയുള്ളതൂടെ ഞാൻ നിങ്ങളെ കട്ട് ചെയ്തിട്ട് കാണിക്കാം.
അങ്ങനെ നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിച്ചു. ബാക്കി ഞാൻ കട്ട് ചെയ്യുന്നില്ല, കാരണം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കട്ട് ചെയ്ത്, ബാക്കിയുള്ള ഞാൻ ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പോവാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.